ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. വിശ്വാസത്തിന്റെ വിത്തുകൾ കുരുന്നുകളുടെ ഹൃദയത്തിൽ പാകി അവരെ ക്രിസ്തുവഴിയിലൂടെ നയിക്കാൻ നിയുക്തമായ നമ്മുടെ മതബോധന യൂണിറ്റിന്റെ 1 വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംഗ്രഹം. അറിവിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ അനുഭവിക്കാനും പള്ളിയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കിയ ഒരു വർഷക്കാലം. ബഹുമാനപ്പെട്ട ഷാജ്കുമാർ അച്ഛന്റെ വാത്സല്യപൂർവമായ മാർഗനിർദ്ദേശങ്ങളാലും പ്രാർത്ഥനാപൂർവമായ ആശീർവാദത്തോടും കൂടി തുടക്കം കുറിച്ച 2025-26 അധ്യയന വർഷത്തെ പ്രധാന പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രവേശനോത്സവം 2025-26 അധ്യയന വർഷത്തിന് തിരിതെളിയിച്ചുകൊണ്ട് ജൂൺ 8-ാം തീയതിയായിരുന്നു നമ്മുടെ യൂണിറ്റിലെ പ്രവേശനോത്സവം. കയ്യിലേന്തിയ മെഴുകുതിരി വെളിച്ചത്തിൽ വിദ്യാർത്ഥികൾ വൈദികനെ ദേവാലയത്തിലേക്ക് ആനയിച്ചു. സഭ തങ്ങളിലേൽപ്പിച്ചിരിക്കുന്ന മഹത്തായ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുമെന്ന് ദിവ്യബലിമധ്യേ അധ്യാപകർ പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് നടന്ന അസംബ്ലിയിൽ നവാഗതർക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. ഇടവകയിലെ യുവജന ശുശ്രൂഷ, വിദ്യാഭ്യാസ ശുശ്രൂഷ, സാമൂഹ്യ ശുശ്രൂഷ എന്നീ സമിതികളുമായി കൈകോർത്ത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു കുട്ടികൾക്കും പഠനോപകരണങ്ങൾ നൽകാൻ സാധിച്ചു. പരിസ്ഥിതി ദിനാഘോഷം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടിയെ പരിപാലിക്കുന്നതിന് തുല്യമാണെന്ന ബോധ്യത്തോടെ 2025 ജൂൺ 8-ാം തീയതി നമ്മുടെ യൂണിറ്റിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഭൂമിക്കൊരു കുട, പ്രകൃതിക്കൊരു മരത്തണൽ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ദിനാചരണത്തിൽ പങ്കാളികളായി. ഇടവക വികാരിയുടെ സാന്നിധ്യത്തിൽ ദേവാലയ അങ്കണത്തിൽ വിവിധ ശുശ്രൂഷാ സമിതികൾ സംയുക്തമായി വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക സെമിനാർ. കുട്ടികളുടെ മാനസിക വളർച്ചയറിഞ്ഞ് വിശ്വാസ സത്യങ്ങൾ പകർന്നു നൽകാനും ആധുനിക വെല്ലുവിളികളെ നേരിടാനും അധ്യാപകരെ പ്രാപ്തരാക്കിയ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. വെറും പാഠപുസ്തക പഠനത്തിനപ്പുറം ക്രിസ്തുവിനെ അനുഭവിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന ഉത്തമ മാതൃകകളായി മാറാനും ഈ ക്ലാസ് അധ്യാപകർക്ക് വലിയ പ്രചോദനമായി. ബിബ്കാറ്റ് സംഗമം. രൂപതാതല ഏകോപനത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ബിബ്കാറ്റ് സംഗമത്തിൽ നമ്മുടെ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് പ്രധാന അധ്യാപികയും വിദ്യാർത്ഥി അധ്യാപക പ്രതിനിധികളും PTA അംഗങ്ങളും പങ്കെടുത്തു. വായനാ ദിനാചരണം. ജൂൺ 22-ന് വായനാ ദിനാചരണത്തിൽ നമ്മുടെ ഇടവകയിലെ നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ ജെറാൾ സർ മുഖ്യാതിഥിയായിരുന്നു. പുസ്തകവായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന എങ്ങനെ ഒരുവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രഭാഷണം നൽകി. തുടർന്ന് ബഹുമാനപ്പെട്ട ഷാജ്കുമാർ അച്ഛൻ വായനയുടെ മഹത്വത്തെക്കുറിച്ച് മനോഹരമായ ഒരു സന്ദേശവും നൽകി. ലഹരി വിരുദ്ധ ദിനാചരണം. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിമുക്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുമെന്നും ആരോഗ്യകരമായ ഒരു സമൂഹത്തിനായി നിലകൊള്ളുമെന്നും വിദ്യാർത്ഥികൾ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ബോധവൽക്കരണ പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഫെറോന തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ലഹരിവിരുദ്ധ റാലികളിലും നമ്മുടെ യൂണിറ്റ് സജീവമായി പങ്കുചേർന്നു. അമ്മയ്ക്കരികെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളിൽ മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അമ്മയ്ക്കരികെ എന്ന പേരിൽ മനോഹരമായ ഒരു പരിപാടി 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച സംഘടിപ്പിച്ചു. അമ്മയോട് ഒരു അപേക്ഷ എന്ന പ്രാർത്ഥനാ മത്സരമായിരുന്നു ഇതിന്റെ പ്രധാന ആകർഷണം. ഓരോ കുട്ടിയും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിച്ച പ്രാർത്ഥനകളും അപേക്ഷകളും വൈകാരികവും വിശ്വാസനിർഭരവുമായിരുന്നു. ചെറിയ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് മത്സരം ഏറെ ശ്രദ്ധേയമായി. ആവേ മരിയ എന്ന പേരിൽ ഒരു മരിയൻ എക്സിബിഷനും സംഘടിപ്പിച്ചു. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വളരെ ആവേശത്തോടും തയ്യാറെടുപ്പോടും കൂടിയാണ് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുചേർന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ
ലോകമെമ്പാടുമുള്ള മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ, വിവിധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ മനോഹരമായ ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കുട്ടികൾക്ക് സാധിച്ചു. കേവലം ഒരു പ്രദർശനത്തിനപ്പുറം മാതാവിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാനും സഭയുടെ മരിയൻ ഭക്തിയെക്കുറിച്ച് ബോധ്യം നൽകാനും ഈ സംരംഭം വലിയൊരു വേദിയായി മാറി. ഓണാഘോഷം വിവിധ ശുശ്രൂഷാ സമിതികളുമായി ചേർന്ന് പൂക്കളമൊരുക്കിയും ഓണക്കളികളിലേർപ്പെട്ടും ഇടവക സമൂഹം ഒത്തൊരുമയോടെ ഓണമാഘോഷിച്ചു. അച്ഛന്റെ ഓണസന്ദേശവും സ്വാദിഷ്ടമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ലോഗോസ് ക്വിസ് വചനപ്രഘോഷണത്തിന്റെയും വചനപഠനത്തിന്റെയും മഹത്തായ വേദിയായ രൂപതാതല ലോഗോസ് ക്വിസ് മത്സരത്തിൽ ഈ വർഷവും നമ്മുടെ ഇടവകയിൽ നിന്ന് മികച്ച പങ്കാളിത്തമുണ്ടായി. ബഹുമാനപ്പെട്ട ശരത് സാർ നടത്തിയ പ്രത്യേക പരിശീലന ക്ലാസുകൾ ഏറെ സഹായകരമായിരുന്നു. സെന്റർ തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രീമതി ഉഷയെയും ശ്രീമതി പ്രിൻസിയെയും കുമാരി മരിയ റോസിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലെസ്തോറിയസ് ക്വിസ് നമ്മുടെ രൂപത സംഘടിപ്പിച്ച ഈ വർഷത്തെ ലെസ്തോറിയസ് ക്വിസ് മത്സരത്തിൽ നമ്മുടെ ഇടവക ഒരു പരീക്ഷാ കേന്ദ്രമായിരുന്നു. ബി വിഭാഗത്തിൽ ഫെറോന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുമാരി ശിഖയെയും സെന്റർ തലത്തിൽ വിജയികളായ ശ്രീമതി ഉഷ, ശ്രീമതി സാന്ദ്ര, മാസ്റ്റർ സാവിയോ ഫ്രാൻസിസ്, കുമാരി ശിഖ ശരത് എന്നിവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മതബോധന അധ്യാപക ദിനം വിശ്വാസ പരിശീലനത്തിന്റെ വഴിയിൽ വിളക്കുകളായി നിലകൊള്ളുന്ന അധ്യാപകരെ ആദരിക്കുന്നതിനായി അധ്യാപക ദിനം ആഘോഷിച്ചു. ദിവ്യബലിക്ക് അധ്യാപകർ നേതൃത്വം നൽകി. വികാരിയച്ചൻ അധ്യാപകർക്ക് സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഇടവകയിലെ മുതിർന്ന മതബോധന അധ്യാപികയെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന അസംബ്ലിയിൽ കുഞ്ഞുങ്ങൾ തങ്ങളുടെ അധ്യാപകർക്കായി മനോഹരമായ ആശംസ കാർഡുകൾ കൈമാറുകയും തങ്ങളെ നയിക്കുന്ന ഗുരുക്കന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുകയും ചെയ്തു. സാഹിത്യ സമാജം നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും അതുപോലെ ലോഗോസ് ക്വിസിൽ തിളക്കമാർന്ന വിജയം നേടിയവർക്കുമുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു. ക്രിസ്തൂരെ ക്രിസ്തുരാജത്വ തിരുനാളിനോട് അനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ എക്സിബിഷൻ ഏറെ ശ്രദ്ധേയമായിരുന്നു. ശ്രീ ബിജു സാർ, ശ്രീമതി രജിത ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സെമിനാറും ഗെയിമുകളും സംഘടിപ്പിച്ചു. ഭക്തിഗാന മത്സരവും നടത്തി. ക്രിസ്തുവിനെ ജീവിതത്തിന്റെ രാജാവായി വാഴ്ത്തിക്കൊണ്ട് ശ്രീമതി സാന്ദ്ര ടീച്ചർ തയ്യാറാക്കിയ ക്രിസ്തുരാജ പ്രതിജ്ഞ അധ്യാപകരും വിദ്യാർത്ഥികളും ഭക്തിപുരസരം ഏറ്റുചൊല്ലി. ബൈബിൾ പാരായണ ദിനം ഡിസംബർ മാസം ബൈബിൾ പാരായണ മാസമായി ആചരിച്ചു. രൂപത നിശ്ചയിച്ചു നൽകിയ വചനഭാഗങ്ങൾ ഓരോ ദിവസവും കൃത്യമായി വായിച്ചുകൊണ്ട് നിശ്ചിത കാലയളവിനുള്ളിൽ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായി പാരായണം ചെയ്യാൻ കുട്ടികളും അധ്യാപകരും ഒരുപോലെ പരിശ്രമിച്ചു. വചനത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ബൈബിൾ പാരായണ ദിനത്തിൽ മനോഹരമായി അലങ്കരിച്ച പീഠത്തിൽ വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനാപൂർവം തെളിച്ച മെഴുകുതിരി വെളിച്ചത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചുകൂടി ദൈവവചനം വായിച്ചു. വചനത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഈ ദിനാചരണം നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനമായി. സ്നോഫ്ലേക്സ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശവുമായി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ സ്നോഫ്ലേക്സ് എന്ന പേരിൽ അതീവ ഗംഭീരമായി സംഘടിപ്പിച്ചു. ഡിസംബർ ആദ്യവാരം മുതൽ കാർഡ് മേക്കിംഗ്, സാന്റ കളറിംഗ്, ലെറ്റർ ടു സാന്റ, ക്രാഫ്റ്റ് മേക്കിംഗ്, ക്രിസ്മസ് ലേലം, പുൽക്കൂട് മത്സരം എന്നിവയോടെ വിപുലമായ മത്സരങ്ങൾ നടന്നു. പൊതുസമ്മേളനത്തിൽ പള്ളിച്ചൽ പഞ്ചായത്ത് അംഗവും നമ്മുടെ ഇടവകാംഗവുമായ ശ്രീമതി രഞ്ജിത, ഇടവക സെക്രട്ടറി ശ്രീ ശരത് രാജ്, KLCA സോണൽ പ്രസിഡന്റ് ശ്രീ ബിബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കരോൾ മത്സരത്തിനും ക്രിസ്മസ് സന്ദേശ മത്സരത്തിനും ശേഷം ഉണ്ണിക്കുറി സമ്മാനങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തു. ക്രിസ്മസ് രാവിൽ ലക്കി ഡ്രോയും മത്സരങ്ങളുടെ സമ്മാനദാനവും നടത്തി. പുതുവത്സരാഘോഷം കുട്ടികൾ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ മനോഹരമായ പുതുവത്സര ആശംസ കാർഡുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നൽകിക്കൊണ്ട്
സ്നേഹത്തോടെ പുതിയ വർഷത്തെ സ്വീകരിച്ചു. വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ദൈവാനുഗ്രഹത്താലും സ്നേഹത്താലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മധുരം പങ്കുവെച്ചും ആശംസകൾ കൈമാറിയും പുതുവത്സരാഘോഷം അവിസ്മരണീയമാക്കി. കലാ കായിക രചനാ മത്സരങ്ങൾ. വിദ്യാർത്ഥികളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമ്മുടെ യൂണിറ്റിൽ വിവിധ കലാ കായിക രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കഥ, കവിത, ഉപന്യാസം എന്നീ രചനാ മത്സരങ്ങളിലും പ്രസംഗം, ഗാനം, നൃത്തം തുടങ്ങിയ കലാമത്സരങ്ങളിലും വിവിധ കായിക മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. ഫെരോനാതല മത്സരങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുമാരി ഷെറീന ടീച്ചറും ശ്രീമതി ആൻസി ടീച്ചറും നേതൃത്വം നൽകി. ക്രിസ്റ്റീൻ ധ്യാനം. ഇടവക തിരുനാളിന്റെ ആത്മീയ ഒരുക്കങ്ങളുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്കായി സംഘടിപ്പിക്കപ്പെട്ട ക്രിസ്റ്റീൻ ധ്യാനം ഏറെ അനുഗ്രഹീതമായ ഒരു അനുഭവമായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ പുത്തനുണർവ് ലക്ഷ്യമിട്ടു നടത്തിയ ഈ ധ്യാനത്തിൽ നമ്മുടെ മതബോധന യൂണിറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർണ്ണ മനസ്സോടെ പങ്കുചേർന്നു. പാട്ടുകളിലൂടെയും കളികളിലൂടെയും ലളിതമായ വചനപ്രഘോഷണത്തിലൂടെയും ക്രിസ്തുവിനെ അടുത്തറിയാൻ ഈ ധ്യാനം കുട്ടികളെ സഹായിച്ചു. VFF വിശ്വാസവും വിനോദവും കൈകോർത്ത 3 ദിനങ്ങൾ. നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ അവധിക്കാലം അറിവിന്റെയും ആത്മീയതയുടെയും ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ വർഷത്തെ VFF അത്യന്തം ആവേശപൂർവ്വം സംഘടിപ്പിച്ചു. ശ്രീമതി പ്രിൻസി ടീച്ചറുടെ സ്തുത്യർഹമായ നേതൃത്വത്തിൽ കുമാരി ആൻ വർഷയും കുമാരി അമിതയും കൂടിച്ചേർന്നാണ് VFF പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇവരുടെ കൃത്യമായ ആസൂത്രണം ഓരോ പരിപാടിക്കും മിഴിവേകി. പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ, ബൈബിൾ കഥകൾ, കളികൾ എന്നിവയിലൂടെ കുട്ടികൾ ഉത്സാഹത്തോടെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. അറിവിനൊപ്പം സ്നേഹവും പങ്കുവെക്കണമെന്ന ബോധ്യത്തോടെ 3-ാം ദിവസം കുട്ടികൾ ഒരു അഗതി മന്ദിരം സന്ദർശിക്കുകയും അന്തേവാസികളുമായി സമയം ചിലവഴിക്കുകയും അവർക്കൊപ്പം സ്നേഹവിരുന്നിൽ പങ്കുചേരുകയും ചെയ്തു. അതിനുശേഷം കുട്ടികൾക്ക് സന്തോഷം പകരാനായി അവരെ കോവളം കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും ആ സുദിനം മനോഹരമായി സമാപിച്ചു. വിശ്വാസം, കരുണ, വിനോദം എന്നീ 3 തലങ്ങളെയും കോർത്തിണക്കി നടത്തിയ VFF നമ്മുടെ മതബോധന യൂണിറ്റിലെ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു. കൈയെഴുത്തു മാസിക. ശ്രീമതി ഷാലി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കഥകളും കവിതകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി കൈയെഴുത്തു മാസിക തയ്യാറാക്കുകയും ഫെരോന തലത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. കുട്ടികളെഴുതിയ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ കൂടാതെ അവർ വരച്ച ചിത്രങ്ങളും മാസികയിൽ ചേർത്ത് കൂടുതൽ മനോഹരമാക്കി. ലേലം. മതബോധന യൂണിറ്റിന് സാമ്പത്തികമായി കരുത്തുപകരാൻ ശ്രീമതി വർഷ ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ വീട്ടിൽ നിന്നും തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന ഫലവർഗ്ഗങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ലേലം ചെയ്യുകയും അതിലൂടെ ലഭിച്ച തുക മതബോധന ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തു. മീഡിയ വിഭാഗം. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ മതബോധന പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ ശ്രീമതി ശോഭ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള മീഡിയ വിഭാഗം വലിയ പങ്കുവഹിച്ചു. യൂണിറ്റിൽ നടന്ന ഓരോ പരിപാടികളുടെയും ഫോട്ടോകളും വിവരങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി കൃത്യമായി രക്ഷിതാക്കളിലും ഇടവകാംഗങ്ങളിലും എത്തിക്കാൻ സാധിച്ചു. ലൈബ്രറി വിഭാഗം. വിദ്യാർത്ഥികളിൽ വായനാശീലവും വിജ്ഞാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീമതി അനു ടീച്ചറുടെ നേതൃത്വത്തിലാണ് ലൈബ്രറി പ്രവർത്തിച്ചത്. കുട്ടികൾക്കാവശ്യമായ ആത്മീയ പുസ്തകങ്ങൾ, കഥകൾ, വചനപഠന സഹായികൾ എന്നിവ കൃത്യമായി ക്രമീകരിക്കാനും അവ കുട്ടികൾക്ക് വിതരണം ചെയ്യാനും ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചു. വായനാദിനത്തോടനുബന്ധിച്ച് ലൈബ്രറിയിലേക്ക് പുതിയ പുസ്തകങ്ങൾ സമാഹരിക്കുന്നതിനും കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിനും അനു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ വിഭാഗം വലിയ പരിശ്രമം നടത്തി. സാഹിത്യ സമാജം. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് വേദികളെ ഭയമില്ലാതെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നതിനുമായി ശ്രീമതി സാന്ദ്ര ടീച്ചറുടെ ക്രിയാത്മകമായ നേതൃത്വത്തിലാണ് നമ്മുടെ യൂണിറ്റിലെ സാഹിത്യ സമാജം പ്രവർത്തിക്കുന്നത്.
ഓരോ മാസവും കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്കായി വൈവിധ്യമാർന്ന കലാപരിപാടികൾ സാഹിത്യ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഉള്ളിലെ സർഗവാസനകളെ കണ്ടെത്തുന്നതിനും അവയെ മിനുക്കിയെടുക്കുന്നതിനും സാഹിത്യ സമാജം ഒരു മികച്ച വേദിയായി മാറി. ഈ വേദികളിലൂടെ ആർജിച്ച കരുത്താണ് ഫെരോണ തലത്തിലും അല്ലാതെയുമുള്ള മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിച്ചത്. മതബോധന PTA. നമ്മുടെ മതബോധന യൂണിറ്റിന്റെ ഓരോ വിജയത്തിനു പിന്നിലും PTA-യുടെ ശക്തമായ പിന്തുണയുണ്ട്. ഈ അധ്യയന വർഷം PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് സദ്ഗമയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഞായറാഴ്ചകളിൽ മതബോധന ക്ലാസുകൾ ആരംഭിക്കുന്നതിനു മുൻപ് വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം നൽകുന്ന പദ്ധതി PTA-യുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇതുകൂടാതെ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഓരോ ആഘോഷങ്ങളിലും മത്സരങ്ങളിലും വാർഷിക പരിപാടികളിലും PTA-യുടെ സജീവമായ പങ്കാളിത്തം ദൃശ്യമാണ്. സാമ്പത്തികമായ സഹായങ്ങൾക്കും പരിപാടികളുടെ ആസൂത്രണത്തിനും ഏകോപനത്തിനും ഒരു കരുത്തായി പ്രസിഡന്റും മറ്റു അംഗങ്ങളും എപ്പോഴും മുന്നിലുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിനും കുട്ടികളെ വിശ്വാസവഴിയിൽ വളർത്തുന്നതിനും നമ്മുടെ PTA നൽകുന്ന നിസ്തുലമായ സേവനങ്ങൾക്ക് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. 2025-26 അധ്യയന വർഷത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആത്മീയമായ കരുത്തും തണലും നൽകി ഞങ്ങളെ സ്നേഹപൂർവ്വം നയിച്ച ബഹുമാനപ്പെട്ട ഷാജ് കുമാർ അച്ഛന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛന്റെ സാരഥ്യവും പ്രാർത്ഥനയുമാണ് ഓരോ പരിപാടിയും വിജയത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. തങ്ങളുടെ ജോലിത്തിരക്കുകൾക്കിടയിലും വരും തലമുറയുടെ വിശ്വാസ വളർച്ചയ്ക്കായി കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും, കുട്ടികൾക്ക് കരുത്തായി കൂടെ നിന്ന PTA-യ്ക്കും, പ്രസിഡന്റ് ശ്രീ സുരേഷ് സദ്ഗമയ്ക്കും, കുട്ടികളെ വിശ്വാസവഴിയിൽ വളർത്താൻ സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും നന്ദി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ ലോകത്തിന് വഴികാട്ടികളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോരായ്മകൾ ക്ഷമിച്ചും നേട്ടങ്ങളെ അഭിനന്ദിച്ചും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കുട്ടികളും പ്രകാശമായി മാറട്ടെ.